നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ പകൽ സമയത്തിനായിട്ട് നിനക്ക് നന്ദിയോടെ സ്തോത്രം. ഈ ആഴ്ചവെടുത്തിൻ്റെ 1-ാം ദിവസം സഭയായി ഞങ്ങൾക്ക് കർത്തൃസന്നിധിയിൽ കടന്നു വന്ന് ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ ഓർക്കുവാനും ഞങ്ങളുടെ കർത്താവിനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും നിന്റെ കൽപ്പനകൾ ആചരിപ്പാൻ തക്കൊണ്ടും കർത്താവ് ജീവനുള്ള ഒരു ദേശത്ത് ഞങ്ങൾക്ക് ഒരവസരം കൂടി ഒരുക്കി തന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കൽപ്പിച്ച സാക്ഷ്യങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് പ്രിയ സഹോദരൻ ജോൺ വർഗീസിൻ്റെയും സഹോദരിയുടെയും മാതാവ് ശാരീരികമായി സൗഖ്യമില്ലാതെ ഭവനത്തിലായിരിക്കുന്നു. അവരിവിടെ ആയിരിക്കുന്നു. കർത്താവ് സഹായിക്കണം. പ്രിയ മാതാവിനെ നീ കരുതിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാരംഭത്തിൽ ഞങ്ങൾ ഓർത്ത പോലെ കർത്താവെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതായ ആ കാര്യങ്ങളൊക്കെ എത്ര അനുഗ്രഹീതമാണ്. അവർ ഞങ്ങൾക്ക് വേണ്ടി, ഓരോ വ്യക്തിക്ക് വേണ്ടിയും കർത്താവെ അവരെ തന്നെ ത്യജിച്ചുകൊണ്ട് അനേക ശുശ്രൂഷകൾ ചെയ്തു. അവരുടെ വാർദ്ധക്യകാലം അവരെ കരുതുക എന്നുള്ളത് ഞങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നതായ കർത്താവെ വിഷയമാണ്. ഓരോ മക്കളിലും അത് നിക്ഷിപ്തമായിരിക്കുന്നു. അത് കരുതി ഞങ്ങൾക്ക് പ്രവർത്തിപ്പാൻ തക്കണം കഴിയുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. പ്രിയ മാതാവിനെയും കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. കർത്താവെ, നീ കരുതണം, നീ സഹായിക്കണം, സൗഖ്യം കൊടുക്കണം, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അല്പസമയം തിരുവനന്തപുരത്തിന് മുമ്പാകെ ചിലവഴിക്കുന്നു. കർത്താവെ, അടിയൻ്റെ വായിലെ വാക്കും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണം. അത് കർത്താവെ, അടിയൻ വചനം ധ്യാനിക്കുമ്പോൾ അത് അടിയനും അത് കേൾക്കുന്നവർക്ക് ഒരുപോലെ അനുഗ്രഹകരമായിരിക്കാൻ തക്കണം കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പിന്നെയും കർത്തൃനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മധ്യേ നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് ഒരവസരം കൂടി നൽകി തന്നു. എത്ര ക്ഷണികമായ ഒരു ജീവിതത്തിൻ്റെ ഉടമകളാണ് നാം എന്ന് ഓരോരുത്തരും നാം അല്പം ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്ന പലതും നടക്കുകയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഏകദേശം 1 വർഷം മുമ്പ് ഈ ലോകത്തിൽ നിന്ന് ഞാൻ മാറ്റപ്പെട്ടു എന്ന് ചിന്തിച്ച ഒരവസരം ഉണ്ടായി. എന്നാൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഇന്നും എല്ലാ ആരോഗ്യത്തോടു കൂടിയും നിങ്ങളുടെ മധ്യ നിൽക്കുവാൻ തക്കണം കർത്താവ് കൃപ ചെയ്തു. ഏകദേശം 8 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ സഭയിലേക്ക് കടന്നു വരുന്നത്. 8 വർഷം മുമ്പ് ഇവിടെ അല്ലായിരുന്നല്ലോ. ഇവിടെ ഇത് മനോഹരമായ ഒരു ആലയമായിട്ട് കർത്താവ് ഇവിടെ നിങ്ങൾക്ക് നൽകി തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പഴയ കൂടി വരുന്നതായ സ്ഥലത്താണ് ഞാൻ 8 വർഷം മുമ്പ് ഇതുപോലെ മേശയിൽ സംബന്ധിപ്പാനും ദൈവത്തെ ശുശ്രൂഷിപ്പാനും കൊണ്ടും കർത്താവ് കൃപ ചെയ്തു. അതിനുശേഷം ഇപ്രകാരം ജീവനുള്ള ഒരു ദേശത്ത് ജീവനുള്ളവരോട് കൂടി ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം, അവനെ ഓർക്കുവാൻ തക്കവണ്ണം കർത്താവ് നൽകി തന്ന ജീവനുള്ളതെന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ ജീവനല്ല, നിത്യജീവന്റെ അവകാശികളായിട്ട് ഉള്ളവരും ഒരുമിച്ച് കർത്താവിനെ, നിത്യനായ ദൈവത്തെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് അവസരം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സണ്ണി സഹോദരൻ പറഞ്ഞു, സാക്ഷ്യമായിട്ട് അല്പം പറയണം, പലരും അപരിചിതരായിട്ടുള്ള പലരും ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ എന്നേക്ക് പരിചിതരായിട്ടുള്ളവരാണ് പലരും. പ്രിയ സഹോദരൻ സണ്ണിയെ സംബന്ധിച്ചോളം അദ്ദേഹം എൻ്റെ ഒരു ഇളയ സഹോദരൻ പോലെയാണ്. വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ പ്രിയ രാജുവിന്റെ പിതാവെന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവിനേക്കാൾ ഞാൻ സ്നേഹിച്ച വ്യക്തിയാണ്. യോശുവാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഹൃദ്യമായ ബന്ധം താനുമായിട്ടുണ്ടായിരുന്നു. എന്നെ കാണുമ്പോൾ മോനെ എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്ന അവസരം ഇന്നതൊരു വാക്യമായിട്ട് അത് കിടക്കുന്നു. ഇത് പണ്ട് സഭയിലുണ്ടായിരുന്ന പലരും ഇന്ന് നെറ്റിയിൽ വിശ്രമിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം എല്ലാവരും കടന്നു പോകേണ്ടവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ മരണം സുനിശ്ചിതമാണ്. എന്നാൽ നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. കർത്താവിനോട് കൂടെ, നമ്മുടെ വീണ്ടെടുപ്പുകാരനോട് യുഗായുഗങ്ങളോളം നമുക്ക് ആയിരിക്കാമെന്നുള്ള വലിയ പ്രത്യാശ കർത്താവ് തന്നിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന നമുക്ക് നമ്മെ ബലപ്പെടുത്തുന്നവനായ ഒരു കർത്താവിന്റെ ആ കരങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രിയ ബാബുച്ചാനെ സംബന്ധിച്ചോളം എൻ്റെ ജ്യേഷ്ഠനാണ്. അദ്ദേഹം ഈ സഭയിലായിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ പ്രിയ അച്ചായനെ, ഞങ്ങൾ മുതിരക്കലാച്ചാനെ വിളിക്കുന്നത്, ബഹറിലുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോഴങ്ങനെ തന്നെയാ ബഹറിൽ ഞങ്ങൾ ഒരുമിച്ച്
കൂട്ടായ്മ അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവ് സമയങ്ങളിൽ തന്റെ പ്രിയ സഹോദരിയോടുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്രകാരം ഞാൻ ഒരു മർത്തമ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർന്നത്. ഇവിടെ തൊട്ടടുത്ത് ചാന്തുകാവ്, കടമരട്ട ചാന്തുകാവ് ആണ് എൻ്റെ സ്വദേശം. ഇപ്പം അവിടെ ആരുമില്ല. ഞാനിപ്പം കൊച്ചിയിലാണ്. പ്രിയ സഹോദരനുണ്ട്, അദ്ദേഹം ബഹറിലാണ്. ഒരു സഹോദരി ഉണ്ടായിരുന്നു, 2 സഹോദരിമാരുണ്ട്. ഒരു സഹോദരി, ഇളയ സഹോദരി ഡോക്ടറാണ്. അവര് ദേശത്തിൽ വിവിധ സ്ഥാനങ്ങളിലായിട്ട് നേവിയോടുള്ള ബന്ധത്തിൽ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. മൂത്ത സഹോദരിയുടെ ഭർത്താവ് കഴിഞ്ഞ ഡിസംബറിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അത് നിമിത്തം താനും ഇപ്പോൾ ബഹ്റിനിലായിരിക്കുന്നു. എന്നാൽ ഇന്ന് കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് 17-ാമത്തെ വയസ്സിൽ രക്ഷിതാവായി സ്വീകരിപ്പാനും കർത്താവിനെ സ്നേഹിപ്പാനും തക്കവണ്ണം കർത്താവ് അവസരം ഒരുക്കി തന്നു. ഈ ലോകത്തിന്റെ പിന്നാലെ 17 വർഷം കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തു. എന്നാൽ കർത്താവ് വിളിച്ച് വേർതിരിച്ച് മർത്തമായിലായിരുന്നപ്പോൾ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ അവൻ ആ രീതിയിൽ അവനാൽ സ്നേഹിക്കപ്പെട്ടവനായിട്ട് ഒരു ദൈവ പൈതലായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഭാഗ്യം തന്നു. അതിനുശേഷം 2 വർഷത്തിന് ശേഷം 19-ാമത്തെ വയസ്സിൽ സ്നാനപ്പെടുവാൻ തക്കവണ്ണം, സ്നാനം എന്നുള്ളതായ ആ ശുശ്രൂഷ കർത്താവിന്റെ കൽപ്പനയാണെന്നും അതനുസരിക്കേണ്ടതാണെന്നും എന്നുള്ളതായ വലിയ ബോധ്യം എന്നെ ഭരിക്കുകയും ആ രീതിയിൽ സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. കുമ്പഴ ആറ്റിലാണ് സ്നാനപ്പെട്ടത്. പ്രിയ കോശി സാറാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. ഫിലിപ്പ് സാറാണ് പ്രസംഗിച്ചത്. അതൊക്കെ എനിക്ക് വലിയ ഓർമ്മയുണ്ട്. കാരണം വേറെ ആരും സപ്പോർട്ടില്ലായിരുന്നു, വേർപാടുകാർ മാത്രമായിരുന്നു സപ്പോർട്ടിനുണ്ടായിരുന്നത്. വർത്തമാന സഭയിൽ എല്ലാവർക്കും വലിയ എതിരായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ പിതാവിനും മാതാവിനും വലിയ പ്രതികൂലമൊന്നുമില്ലായിരുന്നു. ഞാൻ സ്നാനപ്പെട്ട ദിവസം താൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ബഹറിൽ വന്നപ്പോൾ താൻ ആ പ്രാർത്ഥനയുടെ സാക്ഷ്യം പറയുകയുണ്ടായി. അതെന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു. എൻ്റെ മാതാവ് മാത്രമായിരുന്നു എനിക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്നത്. പിതാവ് വളരെ എതിരായിരുന്നു, പിതാവിൻ്റെ കുടുംബക്കാർ മുഴുവനും എതിരായിരുന്നു. എന്നാൽ മാതാവ് അന്ന് തൻ്റെ ആ വീടിൻ്റെ പരിസര പ്രദേശത്ത് താൻ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മുട്ടിന്മേൽ നിന്നുകൊണ്ട് താൻ പ്രാർത്ഥിച്ചത് ഇപ്രകാരം: കർത്താവേ, അവൻ നിനക്ക് വേണ്ടി ഒരു കാൽവയ്പ് മുന്നോട്ടെടുത്തിരിക്കുന്നു. എൻ്റെ മകന് നിന്റെ നാമത്തിന് ദുഷിക്കപ്പെടുവാൻ തക്കണം, അവൻ നിമിത്തം നിന്റെ നാമം ദുഷിക്കപ്പെടുവാൻ തക്കണം ഇടയാകരുതേ എന്ന് പ്രിയമാതാവ് പ്രാർത്ഥിച്ചു. അതൊരിക്കലും അതിനിടയായില്ല. ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പിതാവും മാതാവും പിതാവ് പിൽക്കാലങ്ങളിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാനും ആ രീതിയിൽ കർത്താവിന് വേണ്ടി ജീവിപ്പാനൊക്കെ ഇടയായി. അവർ മർത്തമായിലായിരുന്നെങ്കിലും നല്ല വിശ്വാസികളായിട്ട് തന്നെയാണ് അവർ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 45 വർഷമായിട്ട് ഞാൻ ബഹറിൻ്റെ പ്രദേശത്തായിരിക്കുന്നു. അതിനു മുമ്പ് ബോംബെയിലാണ് ഞാൻ കൂടുതലും പഠിച്ചത്. അവിടെയൊക്കെ കർത്താവ് നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഞാൻ പ്രിയ സഹോദരൻ സണ്ണിയോട് ഞാൻ വിവരിച്ചിട്ടുണ്ട്. സണ്ണി പറഞ്ഞ് ഒരു ബുക്ക് എഴുതിയാൽ നല്ലതായിരിക്കും. അത്രമാത്രം കർത്താവ് നടത്തിയ വിധങ്ങൾ, അവൻ മുന്നേ കൊണ്ടുതരുന്നതായ കാര്യങ്ങൾ എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്നു. ഞാൻ ചോദിച്ചതിലും നനച്ചതിലും ചിന്തിച്ചതിലും ഒക്കെ അത്ഭുതകരമായിട്ട്, അതിശയകരമായിട്ട് കർത്താവ് കഴിഞ്ഞ നാളുകൾ നടത്തി. ഇന്ന് 68 വയസ്സ് കഴിഞ്ഞു, റിട്ടയറായി. ഒരു ഇന്റർനാഷണൽ ബാങ്കിന്റെ CEO ആയിട്ടാണ് റിട്ടയർ ആകുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിയത്. അതോർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. എനിക്കെന്ത് യോഗ്യത! ഈ മലമ്പ്രദേശത്ത് ശരിക്കും ഒരു കാടനായിട്ട് ജനിച്ചു വളർന്ന് ആ രീതിയിൽ നടന്നെങ്കിൽ ഇന്ന് കർത്താവ് ഇത്രയും നന്മകളും അനുഗ്രഹങ്ങളും ഭൗമികമായതിലൊക്കെ ഉപരി ആത്മീയമായിട്ട് തന്ന എല്ലാ നന്മകൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സാക്ഷ്യം പറയുവാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അനേക മണിക്കൂറുകൾ വേണ്ടിവരും. അതുകൊണ്ട് അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. എനിക്ക് വചനത്തിൽ സംസാരിക്കണമെന്നുള്ള ആവശ്യതയുണ്ടല്ലോ. ഇത് ഓൾറെഡി കഴിഞ്ഞോ? ഇച്ചിരി മുന്നല്ലേ അല്ലയോ? ഒരു 5 മിനിറ്റ് മുന്നില്ല. ഓക്കെ. First of all, I want to apologize to these brethren who didn't understand the heavenly language. I'm going to speak in heavenly language. You know which is heavenly language? Kerala is known as God's own country, right? So in God's own country, the language is heavenly language, right? So I'm going to speak in heavenly language, which is Malayalam, right? Okay, now, ട്രാൻസ്ലേഷൻ സമയമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ വേണമെങ്കിൽ സംസാരിക്കാം, ട്രാൻസ്ലേറ്റ് ചെയ്യാം. ബട്ട് ദാറ്റ് വി ഡോണ്ട് ഹാവ് ടൈം. ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റിക്ക് വിത്ത് മലയാളം. ഇന്നത്തെ അല്പമായ ചിന്തയ്ക്കായിട്ട് ഞാനൊരു
വളരെ പരിചിതമായ ഒരു വേദഭാഗം വായിക്കുവാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 9 തുടങ്ങി 12 വരെയുള്ള വാക്യങ്ങൾ. Deuteronomy chapter 32 verses 9 to 12. അവനെ തിരുത്തി പരിപാലിച്ചു. കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. കഴുകൻ തന്റെ കൂട് അലക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ കടക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി. അവനോടുകൂടെ അന്യ ദൈവം ഉണ്ടായിരുന്നില്ല. താങ്ക് യു. അത് മതി. യഹോവയുടെ അംശം അവന്റെ ജനവും യാക്കോബ് അവന്റെ അവകാശവുമാകുന്നു. ഈ പർട്ടിക്കുലർ ഭാഗം രണ്ട് രീതിയിൽ ചിന്തിക്കുന്നത്. There are two schools of thoughts. ഇത് ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ നടത്തിയതിനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് ഭൂരിഭാഗവും സിംഹഭാഗമായിട്ടുള്ള പഠിതാക്കളും പറയുന്നത് ആ രീതിയിലാണ്. എന്നാൽ കുറച്ച് പേര്, എന്നെ പോലുള്ള ചിലര്, അങ്ങനെയല്ല, ഇത് യാക്കോബിനെ കുറിച്ചാണ്, യാക്കോബിന്റെ ജീവിതാനുഭവത്തെ കുറിച്ചാണ് പറയുന്നതെന്ന് ചിന്തിക്കുന്നവരാണ്. എൻ്റെ ചിന്താഗതിക്കുള്ളതായ ആ ആർഗ്യുമെന്റ് അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ കടന്നു വരുവാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. യഹോവയുടെ അംശം അവന്റെ ജനവും യാക്കോബ് അവന്റെ അവകാശവുമാകുന്നു. ഒന്നാമത് അവിടെ സിംഗുലറായിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. താൻ അവനെ മരുഭൂമിയിലും താഴോട്ട് വരുമ്പോൾ 12-ാം വാക്യം, യഹോവ തനിയെ അവനെ നടത്തി. അവനോടുകൂടെ അന്യ ദൈവം ഉണ്ടായിരുന്നില്ല. ഇസ്രായേലിനോടുകൂടെ അന്യദൈവം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു സനി? ഇസ്രായേലിനോടുകൂടി അന്യദൈവം ഉണ്ടായിരുന്നോ മരുഭൂമിയിൽ? അന്യദൈവം ഇല്ലായിരുന്നു? ഉണ്ടായിരുന്നു. അല്ല, ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു ഞാൻ തെളിയിക്കും. ഓക്കെ, അന്യദൈവം ഉണ്ടായിരുന്നു അവന്റെ കൂടെ. എന്നാൽ യാക്കോബിന്റെ കൂടെ, ലാബാന്റെ ഭവനത്തിൽ അന്യദൈവം ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ യാക്കോബിന്റെ കൂടെ അന്യദൈവം ഇല്ലായിരുന്നു. എങ്ങും എഴുതിയിട്ടില്ല അന്യദൈവം ഉണ്ടെന്ന്. ഒരിടത്ത് മാത്രം യാക്കോബിന്റെ ഭാര്യ റാഹേല് കട്ടുകൊണ്ട് വന്ന ഒരു സാധനം അടിയിൽ വെച്ച് അത് ഇതിന്റെ മുകളിൽ കയറി ഇരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് അവന്റെ ദൈവം അല്ലായിരുന്നു അല്ലേ? യാക്കോബിന്റെ ദൈവം. യാക്കോബിന്റെ ദൈവം യഹോവയായ ദൈവം, താൻ പറയുന്നത് അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ഭയവുമായിരുന്നവൻ എന്നോടുകൂടെ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ അനാഥനായി പറഞ്ഞു വിട്ടേനെന്ന്, ഒന്നുമില്ലാത്തവനായി പറഞ്ഞു വിട്ടേനെന്നാ തന്റെ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ ലാബാനോട് പറയുന്നത്. അപ്പോൾ അബ്രഹാമിന്റെ ദൈവം ഇസ്ഹാക്കിന്റെ ദൈവമായിരുന്നു യാക്കോബിന്റെ ദൈവം. ഇവിടെ പറയുന്നത് യഹോവയുടെ അംശം അവന്റെ ജനവും യാക്കോബ് അവന്റെ അവകാശവും. താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു. കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. ഇതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ എവിടെയാണ് യാക്കോബിനെ ദൈവം കണ്ടത് എന്ന് നമുക്ക് കാണുവാൻ തൊക്കണം കഴിയും. 28-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഞാൻ പെട്ടെന്ന് വായിച്ചു പോവാം. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അവിടെ സംഭവിച്ചത്. ഇവിടെ ഇതാ നമ്മുടെ ഭാഷയിൽ, എൻ്റെ ഭാഷയല്ല, ഇവിടുത്തെ സാമാന്യ പൊതുവെ ഉള്ളതായ ഭാഷയിൽ യാക്കോബ് ചേട്ടനെ കളിപ്പിച്ചു, അപ്പനെ കളിപ്പിച്ചു, അവിടുന്ന് ഓടിപ്പോകാന്ന് ഒരിടത്ത് എഴുതിയിട്ടുള്ളൂ. പക്ഷെ ഇവിടെങ്ങ് ഓടിപ്പോകാന്ന് പറഞ്ഞു. ഇവിടെ അപ്പൻ പിന്നെയും അവനെ വിളിച്ച് അനുഗ്രഹിച്ച്, നീ നിന്റെ അമ്മാച്ചന്റെ വീട്ടിലേക്ക് പോകണം, അവിടെ ചെന്ന് നീ ഒരു സ്ത്രീയെ എടുക്കണം, നിന്റെ ഭാര്യയാക്കണം എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ച് പറഞ്ഞു വിട്ടു അവിടെ എഴുതിയേക്കുന്നത്. ശ്രദ്ധിക്കണം, 28-ന്റെ ആരംഭത്തിൽ അവനെ അനുഗ്രഹിച്ച് പിന്നെയും അനുഗ്രഹിച്ച് പറഞ്ഞു വിട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും അതൊക്കെ അങ്ങ് മറന്നുപോകും. അവൻ ഓടിപ്പോയി എന്നൊക്കെ അവിടെ ഓടിപ്പോയി എന്ന് എഴുതിയിട്ടില്ല. അപ്പം പിന്നെയും അവനെ അനുഗ്രഹിച്ചു പറഞ്ഞു വിട്ടു. നീ ചേട്ടൻ ചെയ്തതുപോലെ. ചേട്ടൻ എന്താ ചെയ്തത്?
6-ാം അധ്യായത്തിൻ്റെ 26-ാം അധ്യായത്തിൻ്റെ 34. ഏശാവിന് 40 വയസ്സായപ്പോൾ അവൻ ഹിദ്യനായ ബേരിയുടെ മകൻ യഹൂത്തിനെയും ഹിദ്യനായ ഏലോന്റെ മകൾ ബാസാത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു. ഇവർ ഇസ്ഹാക്കിനും റിബേക്കയ്ക്കും മനോവ്യസന കാരണമായി തീർന്നു. ഇപ്പൊ ഭാര്യമാര് വലിയ പ്രശ്നമുള്ളവരാ കേട്ടോ. അതുകൊണ്ടാ അപ്പനും അമ്മയും അനുഗ്രഹിച്ച് നീ പോയി ഇവിടുന്നെങ്ങും ഭാര്യമാരെ എടുക്കരുത്, ചേട്ടൻ ചെയ്തു അവര് വളരെ മനോവേദന ഉണ്ടാക്കി തന്നിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. സ്വന്തം ഇഷ്ടത്തിന് മക്കള് പോയി വിവാഹമൊക്കെ ചെയ്ത് മാതാപിതാക്കൾക്ക് വളരെ ഭാരമുണ്ടാക്കുന്നതായ ഭവനങ്ങളുണ്ട്. ഈ ഏശാവിനെ പോലെ അത് നമ്മുടെ ഇടയിൽ അത് വർദ്ധിച്ചു വരുന്നുണ്ട്. അതൊന്നും നമുക്ക് പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് പ്രതിപാദിച്ച പിള്ളേർക്ക് പിന്നെ അതൊരു പ്രചോദനമായി മാറുമല്ലേ. അതുകൊണ്ട് അത് ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇവിടെ യാക്കോബിനോട് പറയുകയാണ്, നീ നിന്റെ അമ്മയുടെ ഭവനത്തിലേക്ക് കടന്നു പോകണം, അവിടുന്ന് നീ ഒരു സ്ത്രീയെ ഭാര്യയായിട്ടെടുക്കണം. ഇവൻ പോവുക, ഈ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുക. പോയി എവിടെ ഒരു സ്ഥലത്തെത്തി. അന്നത്തെ കാര്യം ഇന്ന് മരുഭൂമിയാ, ആ ഏരി മുഴുവനും ഇന്ന് മരുഭൂമി. ആ മരുഭൂമിയുടെ മധ്യത്തിൽ ഇവിടെ പറയുന്നത്, ഞാൻ മരുഭൂമിയിൽ നിന്നെ കണ്ടു, ഞാൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു, അവനെ ചുറ്റി പരിപാലിച്ചു കൺമണി പോലെ കാത്തു. ഇവൻ പോവുക, പോയി രാത്രിയായി. കെൻ യു ഇമാജിൻ? അപ്പനെയും കളിപ്പിച്ച് ചേട്ടനെയും കളിപ്പിച്ച്, നമ്മൾ ലോകത്തിന്റെ ഭാഷയിൽ അല്ലെങ്കിൽ ദൈവമക്കളുടെയൊക്കെ ഭാഷയിൽ ഓടി ഒരുവൻ മരുഭൂമിയിൽ പോയി അവിടെ കിടക്കുക. ഇന്നത്തെ കാലത്ത് പൂമെത്തയിൽ കിടന്നാൽ ഉറക്കം വരാത്ത കാലമാണ്. പലരും പറയും എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, ഉറക്കം അങ്ങോട്ട് കിട്ടുന്നില്ല. പൂമെത്തയാ, എന്നാൽ 1-ാം ക്ലാസ് തലയിണയിലാ കിടക്കുന്നത്, ഉറക്കമില്ല. ഇവിടെ ഇതാ ഒരു മനുഷ്യൻ താൻ വീടും വിട്ടിറങ്ങി അവൻ മരുഭൂമിയിൽ കല്ല് തലയിണയായിട്ട് വെച്ചിരിക്കുക. എന്താ നല്ല സ്വപ്നം, നല്ല സുഖമാണ് ഇവിടെ കല്ലേ. തനിയെ കല്ല് തലയിണയായിട്ട് വെച്ച് കിടന്ന് ഉറങ്ങിയോ കണിസാവരാ? ഉറങ്ങിയച്ചാ നല്ല സുഖമായിട്ട് സ്വപ്നം കാണണമെങ്കിൽ നല്ലോണം ഉറങ്ങണം, അല്ലയോ? അവിടെ എന്താ പറ്റിയത്? സ്വർഗം തുറന്ന്, വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്വർഗം തുറന്ന് കണ്ടതായ ഒരേ ഒരു വ്യക്തി ആരാ? യാക്കോബ്. സ്വർഗം തുറന്ന് ദൈവം കാണിക്കുക. എന്തുവാ അവിടെ നീ എന്താ ഇവിടെ വന്ന് കിടക്കുന്നേ? നീ അപ്പനെയും കളിപ്പിച്ച്, നീ അമ്മയും കളിപ്പിച്ച്, ചേട്ടനെയും കളിപ്പിച്ച്, അല്ല നീ ഇവിടെ വന്ന് കിടക്കുന്നത് എന്തിനാണ്? അങ്ങനെയാണെന്ന് ചോദിച്ചത് ദൈവം. ആന്നോ? അങ്ങനെയാണ് ചോദിച്ചത്? മറുപടി പറ. വ്യവസ്ഥ വായിച്ചിട്ടുള്ളവരല്ലേ നിങ്ങളിലും? അങ്ങനെയാണോ ചോദിച്ചത്? അല്ല. എന്താ പറഞ്ഞേ? ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നോട് കൂടെയിരിക്കും, ഞാൻ നിന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് നിന്നെ മടക്കിക്കൊണ്ടുവരും. അവിടെ തർജനത്തിന്റെയോ അല്ലെങ്കിൽ ശാസനത്തിന്റെയോ ഒരു വാക്ക് പോലും പറയാതെ പറയുകയാണ്. അവിടെ പറയുന്നത്, അവരൊരു കോപേണി കണ്ടു, അതിന്മീതെ യഹോവ നിന്ന് അരുളിച്ചത്, ഞാൻ നിന്റെ പിതാവായ അബ്രാഹാമിന്റെ ദൈവവും ഇസാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരം നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് നീ ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ നിന്നോട് കൂടെയിരിക്കും, നീ പോകുന്നിടത്തൊക്കെയും ഇരിക്കും. അങ്ങനെ പറഞ്ഞു. അവനെ പരിപാലിച്ച കാര്യമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. എന്റെ സമയം നിമിത്തം കുറവായതുകൊണ്ട് പെട്ടെന്ന് പോകാം. ഇവിടെ പറയുന്നത്, ഞാൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു, അവനെ ചുറ്റി പരിപാലിക്കുന്നവനായ ഒരു ദൈവം, ചുറ്റി പരിപാലിക്കുന്നവനായ ദൈവം. അവൻ നമുക്ക് പിൻപടിയായി ചുറ്റും പാളയമിറങ്ങി നമ്മെ പരിപാലിക്കുന്നവനായ ഒരു ദൈവം. അവൻ നമുക്ക് മുന്നമേ പോകുന്നവന്. ഞാൻ ഇവിടുന്ന് ബഹറിൽ ആദ്യമായിട്ട് 45 വർഷം മുൻപ് ഞാൻ ബഹറിൽ എത്തിച്ചേരുമ്പോൾ ഒന്നുമില്ലാത്തവനായിട്ട് അവിടെ എത്തിച്ചേരുകയാണ്. എനിക്കൊരു ഡയറി ലഭിച്ചു. ആ ഡയറിയുടെ ഫസ്റ്റ് പേജിൽ ഞാൻ എഴുതി, ഇഫ് ഗോഡ് ബിഫോർ മീ ഹു ക്യാൻ ബി അഗൻസ്റ്റ് മീ.
രണ്ട് രീതിയിൽ ഞാനത് എഴുതി. ഇഫ് ഗോഡ് ബിഫോർ മീ ഹു ക്യാൻ ബി അഗൻസ്റ്റ് മീ? യഹോവ എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. Then again I return that in a different way. If God be for me, before me, who can be against me? God be for me, യഹോവ എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. If God before me, who can be against me? യഹോവ എന്റെ മുന്നാലെ പോകുന്നുവെങ്കിൽ എനിക്ക് പ്രതികൂലമാണ്. യഹോവ എന്റെ മുന്നമേ പോകുന്നുവെങ്കിൽ, if God goes before me, if God before me, who can be against me? എന്റെ മുന്നേ നടക്കുന്ന ആരാ? സർവശക്തനായ ദൈവം, സകലത്തിന്റെ ഉടയവനായ. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ച പോലെ ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ, അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനായ വലിയവനായ ദൈവം എന്റെ മുന്നമേ പോയി പാതകളെ നിരപ്പാക്കി, ഇരുമ്പ് ഓടാൽമ്പുകളെ തകർത്ത്, താമ്ര കഥകളെ തകർത്ത്, ഇരുട്ടിലെ നിക്ഷേപങ്ങളും ഗുപ്ത നിധികളും എനിക്ക് തരുവാൻ ശക്തനായ ഒരു ദൈവം എന്റെ മുന്നമേ പോകുന്നുവെങ്കിൽ എനിക്ക് ഒരു ഭയവുമില്ല. അവൻ ചുറ്റി പരിപാലിക്കുന്നവനാണ്, അവൻ കൂടെയുള്ളവനാണ്, നമ്മോട് കൂടെയുള്ളവനായ കർത്താവ്. അടുത്ത വാക്യം, അവൻ കൺമണി പോലെ. കൺമണി എന്ന് പറഞ്ഞാൽ അത് കൺമണി എന്ന് പറഞ്ഞാൽ കൺമണി പോലെ സൂക്ഷിക്കും. അത് വലിയ അർത്ഥവ്യാപ്തിയുള്ള ഒരു കാര്യമാണ്. നമുക്ക് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഭാഗമാണ് കണ്ണ്. എന്നെ തൊടുന്നവൻ, എന്റെ ജനത്തെ ഇസ്രായേലിനെ തൊടുന്നവൻ എന്റെ കൺമണിയെ തൊടുന്ന പോലെ എന്നുള്ളതായ വാക്യം വേദപുസ്തകത്തിലുണ്ട്. കൺമണി പോലെ കാക്കുകയാണ്. അത്രമാത്രം കരുതലിന്റെ ആ വ്യാപ്തി നമുക്ക് അവിടെ കാണുവാൻ കൊണ്ടും കഴിയും. കർത്താവ് നമ്മെ കരുതുന്നത് അവന്റെ കൺമണി പോലെയാണ്. പ്രിയമുള്ളവരെ, എത്ര ആഴമായ സത്യമാണ് അവിടെ ഉള്ളത്. വലിയവനായ ദൈവം നമ്മെ കാക്കുന്ന അവന്റെ കൺമണി പോലെയാണ്. അവന്റെ മക്കൾ എന്നുള്ളതിലൊക്കെ അധികമായിട്ടുള്ള ആ കരുതലിന്റെ വ്യാപ്തി നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, കൺമണി പോലെ കാക്കുന്നതായ കർത്താവ്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നു, ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. അടുത്തത്, കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങളെ മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. ഈ കഴുകന്റെ ജീവിതം, ഞാൻ ഈ ലോകം മുഴുവനും, ഞാൻ ആകെ പോകാത്ത രാജ്യം ഓസ്ട്രേലിയയും ന്യൂസിലൻഡുമാണ്. ബാക്കിയുള്ളിടത്തൊക്കെ പോയി. അപ്പം ഓസ്ട്രേലിയയും ന്യൂസിലൻഡിന് പോകാനുള്ള വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം അത് ദൈവം ഒരുക്കിയിട്ടുണ്ട്. മൂത്ത മകൻ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ ഇനി ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ലോകത്തിലെല്ലാം പോവും. അവിടെ ബിസിനസ് പരമായ കാര്യങ്ങളിൽ, എൻ്റെ ജോലിപരമായ കാര്യങ്ങളിൽ എല്ലായിടത്തും യാത്ര ചെയ്ത് രാത്രി കാലം കണ്ട് ജോലി ചെയ്തതിനു ശേഷം ഈ സൈറ്റ് സീയിങ്ങിന് പോകുന്നതായ ഒരു സ്വഭാവം എനിക്കില്ല. ഞാൻ റൂമിൽ വരും, TV ഓൺ ചെയ്യും, നാഷണൽ ജിയോഗ്രഫിയും ഡിസ്കവറിയും ഞാൻ കാണുന്നത്. അപ്പോൾ ഈ മൃഗങ്ങളെ കുറിച്ചുള്ളതായ വളരെ ഡോക്യുമെന്ററീസ് ഞാൻ കാണാറുണ്ട്. അതിൽ ഈ ഈഗിളിനെ കുറിച്ച്, കഴുകനെ കുറിച്ച് വളരെയധികം ശ്രദ്ധിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണുവാൻ നോക്കണം. കഴുകൻ വളരെ ശക്തിയേറിയതായ ഒരു പക്ഷിയാണ്. ഏകദേശം 15 കിലോഗ്രാം വരെ അതിന് തൂക്കമുണ്ട്. ഏറ്റവും കൂടിയത് 15 കിലോഗ്രാം വരെ ഒരു കഴുകിന് തൂക്കമുണ്ടാകാം. അതിന്റെ കൂടിന്റെ വലിപ്പം നമ്മൾക്കത് അത്ഭുതകരമായിട്ട് തോന്നി. 1 ടൺ വരെ കണ്ടിട്ടുണ്ട്. 1000 കിലോഗ്രാം വരെ ഉള്ളതായ കൂട് അത് നിർമ്മിക്കും. അത്ര വലിയ കൂടുകൾ കഴുകൻ നിർമ്മിക്കും. ഇവിടെ എഴുതിയിരിക്കുന്നത് കഴുകൻ തൻ്റെ കൂട്. കഴുകനെ കുറിച്ച് അനേക കാര്യങ്ങൾ പറയുവാൻ. ഏറ്റവും ഉയർന്ന് പറക്കുന്ന ഒരു പക്ഷിയാണ്. അത് തന്നെയുമല്ല, അതിൻ്റെ കണ്ണിൻ്റെ കാഴ്ച, ഈ എയർ പോക്കറ്റിൽ ചെന്ന ശേഷം ഉയരങ്ങളിലേക്ക് പറക്കുവാൻ തക്കൊണ്ടും പ്രത്യേക കഴിവുള്ളതായ ഒരു പക്ഷിയാണ് കഴുകനെന്നൊക്കെയും നമുക്കത് കാണുവാൻ തക്കൊണ്ടും കഴിയും. അതല്ലല്ലോ നമ്മുടെ വിഷയം. ഇവിടെ കഴുകൻ തൻ്റെ കൂട് അനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് അവന്റെ ചിറകിന്മേൽ അവനെ വഹിക്കുന്നു. ഏകദേശം 3 മീറ്റർ ഡയമീറ്റർ ഉള്ളതായ ചിറകാണ് കഴുകനുള്ളത്. അത്ര വലിപ്പമുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കുവാൻ തക്കുന്നു. വലിയൊരു പക്ഷിയാണ്. അതിന്റെ ചിറകിന്റെ ഡയമീറ്റർ ഒക്കെ വലിയ വിസ്തൃതമായ ചിറകാണ്. ഇവിടെ അവന്റെ കൂടിനെ കുറിച്ച് പറയുമ്പോൾ, അത് കൂട് പണിയുവാൻ തക്കണം ആദ്യം ഉയരങ്ങളിലാണ് കൂട് പണിയുന്നത്. വലിയ വൃക്ഷങ്ങളിലും വലിയ മലമുകളിലുമാണ് ഈ പക്ഷി കൂട് പണിയുന്നത്. ആ കൂട് പണിയുവാൻ ആദ്യം വലിയ മരക്കഷണങ്ങളാണ്. വലിയ ആടുകളെ വരെ പൊക്കിക്കൊണ്ട് പോകുന്നത് നമ്മൾ ചിലപ്പം യൂട്യൂബിൽ കണ്ടു കാണും. അത്ര വലിയ ശക്തിയേറിയ ഒരു പക്ഷിയാണ് കഴുകൻ. അപ്പം ഈ
വലിയ കമ്പുകൾ, വലിയ വലിയ കമ്പുകൾ ഒക്കെ ആദ്യം കൊണ്ട് ഈ മരത്തിന്മേൽ നിരത്തും. അതിനുശേഷം അതിനു മുമ്പിൽ ചെറിയ ചെറിയ കമ്പുകൾ അങ്ങനെ നിരത്തി നിരത്തി അവസാനമായിട്ട് ഈ മുട്ടയിടുന്നതിന് മുമ്പ് നമ്മുടെ ഈ പാറപ്പുറത്തൊക്കെ കാണുന്ന പായലുണ്ടല്ലോ, മോസ് എന്ന് പറയും, ഇംഗ്ലീഷിൽ മോസ് എന്നാ പറയുന്നത്, പാറപ്പുറത്തുള്ളതായ പായൽ. അവർ കണ്ടില്ലേ, പച്ച നിറത്തിൽ നല്ല സോഫ്റ്റാണ്. അത് കൊണ്ടുവന്ന് ഈ കൂട് നിറച്ച് നിരത്തും. ഈ കൂട് നിരത്തി അത് വളരെ ഭംഗിയായിട്ട്, വളരെ കംഫർട്ടബിൾ ആയിട്ട്, തൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാക്കുവാൻ വേണ്ടി ആ കൂട് തയ്യാറാക്കും. ആ കൂട് തയ്യാറാക്കിയ ശേഷം ആ പക്ഷി മുട്ടയിടും. 1 തുടങ്ങി 3 വരെയുള്ള മുട്ടയിടും. സാധാരണ 2 മുട്ട. ആ കുഞ്ഞുങ്ങൾ വളർന്ന് 36ാമത്തെ ദിവസം അത് ഹാച്ച് ചെയ്യും. അത് ആ മുട്ട വിരിയും. ആ കുഞ്ഞുങ്ങള് വിരിയുന്ന സമയം തുടങ്ങി തള്ളയും ആ തള്ളപ്പക്ഷിയും തന്തപ്പക്ഷിയും അതിന് ആഹാരം വളരെയധികം കൊണ്ട് കൊടുക്കും. കാരണം ഉയർന്ന സ്ഥലത്തിൽ ആ കൂട് വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ തൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതായ സകല ആ ഇരയെയും പിടിച്ചു കൊണ്ടുവന്ന് ഇത് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ ആ പിതാവും മാതാവും അവരെ വളരെയധികം പരിരക്ഷിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ കൊണ്ട്. ഇങ്ങനെയൊക്കെ തീറ്റയൊക്കെ കൊടുത്ത് ഈ കുഞ്ഞുങ്ങൾ വളർന്ന് വളർന്ന് അപ്പനെ അമ്മയെക്കാട്ടും വലുതാകും, അങ്ങ് ഫാറ്റായി. ഈ ചിറക് പറക്കാതെ ഇരിക്കുമ്പം പെട്ടെന്ന് വലിപ്പമാകും. തള്ളപ്പക്ഷിക്ക് 5 കിലോ ഉണ്ടെങ്കിൽ ഇതിന് ഏകദേശം 7 കിലോ. ഞാൻ പറഞ്ഞല്ലോ 15 കിലോ വരെ ആകാം, 7 കിലോ 8 കിലോ ഒക്കെ ആകും. അപ്പൊ ഇത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ സുഖമാണ്. ഇഷ്ടൂനോ നമുക്ക് കർത്താവ് വലിയ സമ്പൽ സമൃദ്ധിയും ആത്മീയമായ സന്തോഷവും നല്ല സഭയും നല്ല എല്ലാം ഉണ്ട്, ഒരു കുറവുമില്ല. വളരെ സന്തോഷത്തോടു കൂടെ അങ്ങോട്ട് പോവുക. അവിടെ തന്നെ ഇങ്ങനെ തുടരുവാനാണ് നമുക്കൊക്കെ താല്പര്യം. ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം ഇത് വളരെ ഇറ്റ്സ് എ കംഫർട്ടബിൾ സോൺ. വളരെ സംതൃപ്തിയോടുകൂടി അവർ ജീവിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അനക്കം, ഈ കൂടിനൊരു അനക്കം. ഇറ്റ്സ് റിയലി ഹാപ്പനിങ്. ഐ മീൻ, ഇത് ചുമ്മാ എഴുതിയിരിക്കുന്നതല്ല, ഇത് വാസ്തവമായിട്ട് റിയാലിറ്റി ആയിട്ട് ഈഗിളിന്റെ ചര്യയിൽ നടക്കുന്നതായ കാര്യമാണ് ഈ കൂടനക്കുന്നത്. ഇത് കൂടനക്കി അത് ആദ്യം ചിറകിട്ടൊരു 2 അടി. അപ്പൊ ഒരു അസ്വസ്ഥത ആ കുഞ്ഞുങ്ങൾക്ക് നേരിടുന്നു. ഇതുവരെയും വളരെ കാര്യമായിട്ട് ഞങ്ങളെ നോക്കിയിട്ട് കേട്ട അപ്പനും അമ്മയും വന്നിട്ട് ഈ കൂടനക്കാൻ ആരംഭിക്കുന്നു. കർത്താവേ, നീ എന്തോ ഒരു നല്ല രീതിയിലാണ് എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നത്. എനിക്ക് വേണ്ടി സകലവും തന്നു, സമ്പൽ സമൃദ്ധി തന്നു, ആത്മീയ സന്തോഷം തന്നു, കൂട്ടായ്മ അനുഭവിക്കാൻ സമ തന്നു, ആരോഗ്യം തന്നു. എല്ലാം കൊണ്ട് ഞാൻ സന്തുഷ്ടനായിട്ട് ജീവിക്കുമ്പോൾ അവിടെ ഇതാ മകന് മുമ്പേ പറഞ്ഞ പോലെ ദൈവത്തിന് ഹിതമില്ലാത്തതായ ഒരു ബന്ധത്തിലകപ്പെട്ടു. മകൻ തോറ്റു, മകൻ ഡ്രഗിനടിമയായി, അല്ലെങ്കിൽ മകള് വേറൊരുത്തൻ്റെ കൂടെ പോയി, അല്ലെങ്കിൽ രോഗിയായി, പ്രശ്നങ്ങളായി, പ്രതികൂലമായി, പലവിധമായ യോബിനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. യോബ് വളരെ സമ്പൽ സമർത്ഥനും സമ്പൽ സമൃദ്ധിയിൽ ജീവിച്ചനായ ഒരു മനുഷ്യൻ. തന്നെയുമല്ലവൻ ദൈവദാസനായിരുന്നു, ദൈവത്താൽ സാക്ഷ്യം ലഭിച്ചവൻ. അവിടെ കർത്താവ് പറയുന്നവൻ നിഷ്കളങ്കനും പാപരഹിതനും നീതിമാനുമായിരുന്നു. യാതൊരു വിധമായ രീതിയിൽ തന്നിൽ ഒരു കളങ്കതയില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാ പെട്ടെന്ന് ഒരു വലിയ ആപത്ത്. തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു, ധനം നഷ്ടപ്പെട്ടു, തൻ്റെ ആടുമാടുകൾ നഷ്ടപ്പെട്ടു, സകലവും നഷ്ടപ്പെട്ടു. പിന്നീട് എന്താ നഷ്ടപ്പെട്ടെ? തൻ്റെ ആരോഗ്യവും നഷ്ടപ്പെട്ടു. താൻ ആ ചാരത്തിൽ ഇരുന്ന് ഓട്ട് കഷ്ണം കൊണ്ട് തൻ്റെ വ്രണം ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ എന്ന് പറയുന്നു, നിന്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ചത്തുകളക. അപ്പം താനെന്താ പറഞ്ഞേ? നീ പൊട്ടിയെ പോലെ സംസാരിക്കുന്നു. ഞാൻ ദേഹരഹിതനായിട്ടാണെങ്കിലും എന്റെ കർത്താവിനെ കാണുമെന്നുള്ളതായ ഉത്തമ ബോധ്യത്തോടുകൂടി താൻ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ഈ ലോകത്തിൽ കഷ്ടമുണ്ട് കേട്ടോ പ്രിയമുള്ളവരെ. കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നവർക്കാ കൂടുതൽ കഷ്ടം. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവർക്കാണ് കൂടുതൽ കഷ്ടം. അവരെ കൂടുതലായി ഒരുക്കുവാൻ വേണ്ടി കർത്താവ് പലപ്പോഴും പരീക്ഷണങ്ങളല്ല, പലപ്പോഴും പരീക്ഷണങ്ങളും പരിശോധനകളും രണ്ടും രണ്ടാ.
അവൻ നമ്മെ പരീക്ഷിക്കുന്നവനല്ല, ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല കർത്താവ്. പാപം ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നവനല്ല കർത്താവ്. പക്ഷെങ്കിൽ പലരും പാപത്തെ ബലഹീനമായിട്ട് പറഞ്ഞു, അതോ വീഴ്ചയിലായി പോയി. ബലഹീനമാണ്, അങ്ങനെ ഒരു ബലഹീനതയില്ല. സാത്താന്റെ ആ പ്രേരണതയിൽ അകപ്പെട്ട് അവന്റെ പരീക്ഷണങ്ങളിൽ സാത്താന്റെ പരീക്ഷണങ്ങളിൽ അകപ്പെട്ട് ദൈവത്തിന് അകന്നു പോകുന്നതാണ് വാസ്തവം. എന്നാൽ ദൈവം പരിശോധനകൾ നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കും. അത് നമ്മളെ ആത്മീയമായി ഉറപ്പിപ്പാൻ, നമ്മെ വളർത്തുവാൻ, നമ്മെ ശക്തീകരിക്കുവാൻ, നമുക്ക് വേണ്ട ആത്മീയ പ്രചോദനം ലഭിച്ച് കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങുവാൻ, അവന് വേണ്ടി പ്രകാശിപ്പാൻ. ഒരു മെഴുകുതിരി അത് കത്തി അടങ്ങുമ്പോൾ അത് അനേകർക്ക് പ്രകാശമാണ്. തന്നെയുമല്ല, ആ മെഴുകുതിരിയിൽ നിന്നും അനേക മെഴുകുതിരികൾ കത്തിക്കുവാൻ തക്കവണ്ണം ഇടയാകും. പ്രിയമുള്ളവരെ, ആ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങള്, ആപത്തുകൾ, അനർത്ഥങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ കർത്താവ് നമ്മെ ചിസ്സിൽ ചെയ്യുകയാണ്. അവൻ നമ്മെ വളർത്തുവാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഈ കൂടനക്കുമ്പോൾ അവന് ആദ്യം ഈ പായൽ കൊണ്ടുവച്ചുകൊണ്ടല്ലോ, അതൊക്കെ അങ്ങ് പറിച്ചു കളയും. ഈ പായലൊക്കെ അങ്ങ് എടുത്തു കളയും. അപ്പൊ അതിനടിയില് കല്ലും അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ്. കുറച്ച് കഴിയുമ്പോൾ കല്ലും അങ്ങ് മാറ്റും. പിന്നെ മുള്ളിന്റെ അനുഭവത്തില് അവിടെ ഇരിക്കാൻ സാധിക്കുന്നില്ല. ഈ മുള്ളിൽ ഇരിക്കാൻ സാധിക്കാത്തപ്പോൾ ഇച്ചിരി അങ്ങോട്ട് മാറി മാറി ആ കമ്പയിലൊക്കെ കയറി ഇരിക്കുക ഈ കുഞ്ഞുങ്ങൾ. അപ്പം സ്വന്തമായിട്ടുള്ള നിലയിൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാം. പ്രതികളൊക്കെ വന്നു, സാരമില്ല, ഞാൻ കൈകാര്യം ചെയ്തോളാം, ഡോക്ടറെ പോയി കണ്ടോളാം, അല്ലെങ്കിൽ കൗൺസിലറെ കണ്ടോളാം, അവരെ കണ്ടോളാം, ഇവരെയൊക്കെ കണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിക്കാൻ പോവുക. കമ്പയിലൊക്കെ കയറിക്കുക, നേടാമെന്നുണ്ട് പിടിച്ചു കുലുക്കുക. ആ കുലുക്കത്തിന്റെ അനുഭവം വരിക. ഈ കർത്താവ് ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. നാം കുശവന്റെ കയ്യിൽ കളിമണ്ണ. ഈ കുശവന്റെ ആലയത്തിൽ പോയുള്ളവർ നമുക്കറിയാം, അവിടെ ഈ മണ്ണ് കൊണ്ടിട്ട്, ചെളി കൊണ്ടിട്ട് അതിനെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ, അതിനെ ശുദ്ധീകരിപ്പാൻ, അതിനെ ഇടിച്ച് ചതച്ച് അടിച്ച്, ഈ പണ്ടത്തെ ഒരു അടിച്ചേറ്റിയാണ് സാധനമുണ്ട്, അത് ഇങ്ങനെ വെച്ച് അടിച്ച് ചവിട്ടി കുഴച്ച് മിനുക്കി ആ ചവിട്ടി എടുക്കുമ്പോൾ അതിനകത്ത് പിന്നെ ഒരു കല്ലും അതുപോലുള്ള സാധനങ്ങളൊന്നുമില്ല. വളരെ സ്മൂത്തായിട്ടുള്ള ക്ലേ, അത് വളരെ ആ കുശവന്റെ കയ്യിൽ ഇണങ്ങിയ പാത്രമായി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം ഈ മണ്ണ് ഇതുപോലുള്ളതായ പ്രക്രിയയിലൊക്കെ കടന്നു പോകണം. അടിയും തൊഴിയും ചവിട്ടും ഒക്കെ കിട്ടിയെങ്കിലും അപ്പൊ മണ്ണ് പറയാൻ പറ്റുമോ, എന്തിനാ എന്നെ ഇങ്ങനെ ചവിട്ടുന്നേ, എന്നെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കും? തന്നെയല്ല, പിന്നീട് കൊണ്ടുപോയി ഒരു വലിയ കറങ്ങുന്ന സാധനത്തിൽ ഇടിട്ടിട്ട് കറക്കുക. ജീവിതമാകുന്ന ആ ചക്രത്തിൽ കിടന്ന് കറക്കമാണ്. അപ്പം പറയാൻ പറ്റുമോ, എന്നെ എന്തിനാ ഇങ്ങനെ കറക്കുന്നത്? ഈ കുഞ്ഞുങ്ങൾ ചോദിക്കുക, അയ്യോ എന്റെ അപ്പാ, എന്നെ ഇതുവരെയും വളരെ സന്തോഷത്തോടു കൂടി വന്നതൊക്കെ തന്നു ഞങ്ങളെ പോറ്റി പുലർത്തുകയായിരുന്നു, എല്ലാം എനിക്കുണ്ടായിരുന്നു, എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നിങ്ങളുടെ മക്കളല്ലേ ഞാൻ? കർത്താവേ, ഞാൻ നിന്റെ മകനല്ലേ? നീ എന്നെ ഈ കഷ്ടതയിൽ കൂടെ എന്തിനാ കടത്തി വിടുന്നത്? പലപ്പോഴും നാം ചിന്തിച്ചിട്ടുണ്ടല്ലേ? ഈ പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ കർത്താവേ നീ അറിയാതല്ലല്ലോ ഇത് സംഭവിച്ചു, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? നാം പലപ്പോഴും ചോദിച്ചിട്ടില്ലേ? നാം ചോദിക്കും. എന്നാൽ കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. അവൻ നല്ല കുശവനാണെങ്കിൽ അവൻ അറിയാം ഏത് രീതിയിലുള്ള മാനപാത്രമായി നിന്നെ ആ മെനഞ്ഞെടുക്കുവാൻ തക്കവണ്ണം അവൻ ശക്തൻ എന്നുള്ളത് അവനറിയാം. മണ്ണിനറിയത്തില്ല, ആ ക്ലേയ്ക്ക് അറിയത്തില്ല. എന്നാൽ കർത്താവിനറിയാം നമ്മെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം, നമ്മെ നല്ല മാനപാത്രങ്ങളാക്കി തീർക്കുവാൻ വേണ്ടി അവൻ ഈ പ്രതികൂലങ്ങളിലൂടെയൊക്കെ നമ്മെ കടത്തിവിടുമ്പോൾ നാം എന്തായിത്തീരണമെന്നുള്ളത് അവന്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധമായി, മാനപാത്രങ്ങളായി തീരുവാൻ തക്കവണ്ണം അവൻ ആഗ്രഹിക്കുന്നു. ഈ കഴുകന്മാരെ അവന്റെ കൂടിൽ നിന്ന് ഇളക്കി വിടുമ്പോൾ, ആ കംഫോർട്ട് സോണിൽ നിന്നൊക്കെയും അവനെ പുറത്തേക്ക് ഇറക്കി വിടുമ്പോൾ, കഴുകൻ ആ മാതാവിനും പിതാവിനും അറിയാം, ഇവൻ പറക്ക പഠിക്കണമെങ്കിൽ, ഈ ലോകത്തിലേക്ക് പോയി ഞങ്ങളെ പോലെ ഇര തേടണമെങ്കിൽ
ഞങ്ങളെപ്പോലെ ആകണമെങ്കിൽ, ക്രിസ്തുവിനെ പോലെ ആകണമെങ്കിൽ, ക്രിസ്തു എന്ന തലയോളം വളരണമെങ്കിൽ ഈ പ്രതികൂലങ്ങളൊക്കെ കടന്നുപോയേ പറ്റുള്ളൂ. ഈ രീതിയിൽ അഭ്യസിച്ചേ മതിയാവൂ. അപ്പൊ നമ്മൾ പറയും, അയ്യോ എങ്കിലും ഒന്ന് കരുണ കാണിക്കുക കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കുക കർത്താവേ, ഇതെന്ത് എത്രയോ കാലം ഞാൻ ഇങ്ങനെ അനുഭവിക്കണം, ഞാൻ രോഗത്തിലൂടെ കടന്നു പോകുന്നു, ദുഃഖത്തിലൂടെ കടന്നു പോകുന്നു, അനേകരും അവർ തടിച്ചിരിക്കുന്നു, അവർക്ക് സാമ്പത്തികമായ നിലയുണ്ട്, അവർക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് എന്തുകൊണ്ടില്ല കർത്താവേ? പ്രിയമുള്ളവരെ, അവൻ നിങ്ങളെ വളർത്തുകയാണ്. അവൻ നിങ്ങളെ വളരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ആത്മീയമായും നിങ്ങൾ അവന്റെ തലയോളം, ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അവനെ പോലെയാകുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ കംഫോർട്ട് സോണിൽ നിന്നൊക്കെ നിങ്ങളെ ഒന്നും വേർപെടുത്തി കഷ്ടതയിലൂടെ കടത്തിവിടുന്നത്. കൂടനക്കി എന്നാൽ അവിടെ വലിയൊരു പ്രത്യാശയുടെ അനുഭവം. ഈ കുശവൻ തൻ്റെ ആ ചക്രത്തിൽ കറക്കുമ്പോൾ ഈ മണ്ണോർക്കി തന്നെ തെറിച്ചു പോകുന്നു. തെറിച്ചു പോകാൻ കുശവൻ അനുവദിക്കുമോ? അവൻ്റെ ഇരു കരങ്ങളും അതിന് ചുറ്റുമുണ്ട്. ആ കരങ്ങൾ ചലിക്കുന്നതനുസരിച്ചാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവന്റെ കരം ചലിക്കുന്നതനുസരിച്ചാണ് ഈ പാത്രത്തിന് ഷേപ്പ് വരുന്നത്. കുടമെങ്കിൽ കുടം, കലമെങ്കിൽ കലം, മൊന്തയെങ്കിൽ മൊന്ത, എന്ത് വേണമെങ്കിലും അവന്റെ കരം ചലിക്കുന്നതനുസരിച്ച് അവൻ മെനഞ്ഞെടുക്കുകയാണ്. പ്രിയമുള്ളവരെ, അവന്റെ കരവലയങ്ങളിൽ നാം സുരക്ഷിതരായിരിക്കുന്നു. നാം വീണാലും നിലംപരിചാകയില്ല. നീതിമാൻ വീണാലും നിലംപരിചാകയില്ല. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. നാം വീഴുവാൻ തക്കവണ്ണം നാം വീഴാൻ സാധ്യതയുണ്ട്, എന്നാൽ നാം വീഴുവാൻ തക്കവണ്ണം കർത്താവ് അനുവദിക്കത്തില്ല. ഇവിടെ ഇതാ ഈ കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ കൂടനക്കി അത് താഴേക്ക് പതിക്കുകയാണ്. അതിനിരിക്കുവാൻ സ്ഥലമില്ല. ആ കൂടൊക്കെ തകർത്ത് കളഞ്ഞു. അതിന് ഇരിക്കുവാൻ സ്ഥലമില്ല. അത് അനക്കി താഴെ വീഴുമ്പോൾ എന്താണ് സംഭവിച്ചത്? ആ കഴുകൻ പറന്ന് വന്ന് ചിറകിന്മേൽ കുഞ്ഞുങ്ങളെ വഹിക്കുക. താഴോട്ട് വരുമ്പോ അയ്യോ ഞാൻ വീഴുമേ, അയ്യോ ആ കൊച്ചിന്റെ കരച്ചിലെന്ത് വരികല്ലേ? ഒന്ന് ഇന്ന് ചിന്തിച്ച് നോക്കിയ ഒരു മരത്തെ എന്നൊരു കൊച്ചിനെ എടുത്ത് താഴോട്ട് കഴിഞ്ഞാൽ കൊച്ചിന്റെ വികാരം എന്തായിരിക്കും? അതേ വികാരത്തോടുകൂടി ഈ കഴുകൻ കുഞ്ഞുങ്ങള് താഴേക്ക് വരികയാണ്. അത് കരഞ്ഞുകൊണ്ട് പറയുക, അമ്മേ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ഇവിടെ ഇതാ ഈ ശക്തിയേറിയ തന്റെ ചിറക് കൊണ്ട് ആ കുഞ്ഞുങ്ങളെ കോരിയെടുക്കുകയാണ്. അതാണ് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ എന്താ? കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്തു, തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. താഴെ വീഴുന്ന അനുഭവം ഉണ്ടാകുന്നു. താഴേക്ക് പതിക്കുമെന്ന് ചിന്തിച്ച്, തകർന്നു പോകുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് ഇവിടെ ഇതാ കരുതും കരങ്ങൾ, അവന്റെ കരുതലുള്ളതായ കരങ്ങളിൽ അവൻ നമ്മെ വഹിക്കുകയാണ്. എന്റെ നീതിയുള്ള കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് ശിഹാപ്രഭാതത്തിൽ കർത്താവ് പറയുന്നു. അവൻ നമ്മെ താങ്ങി നടത്തുന്നവനാണ്. അവന്റെ കരങ്ങളിൽ നാം സുരക്ഷിതമായിരിക്കും. നാം വീഴുവാൻ തക്കവണ്ണം അവരെന്നെ തള്ളി, എങ്കിലും യഹോവ ഞാൻ വീഴുവാൻ സമ്മതിച്ചില്ല. അവൻ തൻ്റെ കരങ്ങളിൽ നമ്മെ വഹിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വന്നെന്ന് വരാം. അവിടെയൊക്കെ കർത്താവിൻ്റെ കരം നമ്മോട് കൂടിയുണ്ട്. നമുക്ക് ഒരു രീതിയിലും തളർന്നു പോകുവാൻ ദൈവം നമ്മെ അനുവദിക്കത്തില്ല. നമുക്ക് ഭാരം, പ്രയാസം, രോഗം, ദുഃഖമൊക്കെ വരും. പലപ്പോഴും നമ്മിൽ തന്നെ നമ്മെ ആശ്രയിക്കാറുണ്ട്. എന്നാൽ കർത്താവിൽ ആശ്രയിച്ചാൽ യഹോവ നല്ലവനെ അറിവീൻ, അവനെ ശരണമാക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവനെ ശരണമാക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവനിൽ ശരണപ്പെടണം. വേറെ ആരിലും ശരണപ്പെടുവാൻ നമുക്ക് വഴിയില്ല. നാം വീഴാൻ തക്കവണ്ണം വീഴുന്ന അനുഭവം, പ്രതികൂലത്തിന്റെ അനുഭവം, രോഗത്തിന്റെ അനുഭവമൊക്കെ വരുമ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കുക. അവന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. രോഗങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ, വേർപാടിന്റെ അനുഭവം വരുമ്പോൾ അവങ്കിലേക്ക് നോക്കുക. അവൻ നമ്മെ താങ്ങും. അവന്റെ ചിറകിന്മേൽ നമ്മെ വഹിക്കും. അവൻ വീട്ടിലെത്തുവോളം തോളിൽ ഏറ്റി നടത്താമെന്ന് വാഗ്ദത്തമായ ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നിരാശയുടെ അനുഭവം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അവനിൽ ആശ്രയിക്കുക.
നിങ്ങൾക്ക് തനിയെ ഒന്നും ചെയ്യുവാൻ പലപ്പോഴും നാം നമ്മിൽ തന്നെ ആശ്രയിക്കുന്നവരാണ്. കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 15-ാം വാക്യത്തിൽ താൻ പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ തക്കവണ്ണം കഴിയില്ല. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ തക്കവണ്ണം കഴിയില്ല. കർത്താവിൽ ആശ്രയിക്കുക. പലപ്പോഴും നമ്മൾ ഈ കഴുകന്റെ കുഞ്ഞുങ്ങളും സൈഡിലൊക്കെ കയറി ഇരുന്ന് അവിടെ അങ്ങ് ജീവിക്കാമെന്നൊക്കെ കരുതിയിരിക്കുന്നത് പോലെ നാമും മറ്റുള്ളവരിലൊക്കെ ആശ്രയിച്ച് ഡോക്ടേഴ്സിലോ അല്ലെങ്കിൽ കൗൺസിലേഴ്സിലോ അതുപോലൊക്കെ പലരിലൊക്കെ ആശ്രയിച്ച് അവിടെ ഇവിടെയൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെയല്ല പ്രിയമുള്ളവരെ, കർത്താവിൽ നമ്മുടെ സകല ജീവിതത്തിന്റെ അധികാരവും കർത്താവിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ അറിയാം നാം എന്താണ്, എന്തിൽ കൂടെ കടന്നു പോകുന്നതെന്ന് അവന് നന്നായിട്ട് അറിയാം. നാം എന്തായിരിക്കുന്നത് കർത്താവിന് നന്നായിട്ട് അറിയാം. കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കും. ഒന്നും നമ്മുടെ ജീവിതത്തിൽ അവൻ അറിയാതെ നമ്മുടെ തലയിലെ ഒരു രോമം പോലും താഴെ വീഴുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അടുത്ത വാക്യം എന്തുവാ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഞാൻ ഈ ഭാഗം സഭയിൽ പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. നമ്മുടെ എല്ലാ വാഗ്ദത്തങ്ങൾക്കും മാനദണ്ഡങ്ങളുണ്ട്. ഇവിടെ മാനദണ്ഡം എന്തുവാ? ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവത്തെ സ്നേഹിക്കുമെന്ന് പറയുകയും സഹോദരനെ ഭയക്കുകയും ചെയ്യുന്നവൻ കളനാകുന്നു, അല്ലേ? ഇരുട്ടിൽ വസിക്കുന്ന. അപ്പം ദൈവത്തെ സ്നേഹിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്ന നിമിത്തം നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് അറിയപ്പെടും. അന്യോന്യം സ്നേഹിക്കണം കേട്ടോ, അന്യോന്യം സ്നേഹിക്കണം. ദൈവസ്നേഹം നമ്മൾ ഉണ്ടാകണം. ദൈവസ്നേഹം നമ്മൾ ഉണ്ടാകുമ്പോൾ നാം അന്യോന്യം സ്നേഹിക്കും. സഹോദരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കും, അയൽക്കാരനെ സ്നേഹിക്കും. അതൊക്കെ ഉപരിയായിട്ട് കർത്താവ് എന്ന് പറഞ്ഞ് ശത്രുക്കളെ സ്നേഹിക്കുന്നത്. റോമാലേഖനത്തിൽ പറഞ്ഞു ശത്രുക്കളെ സ്നേഹിക്കണം. ശത്രുക്കളെ സ്നേഹിക്കുവാൻ എന്തൊക്കെ ഉണ്ട്? നമുക്ക് ആ ഹൃദയം ഉണ്ടെങ്കിൽ തീർച്ചയായും പ്രിയമുള്ളവരെ ഒരു ഭാരത്തിനും വകയില്ല. ദൈവം നമ്മെ സ്നേഹിച്ചപ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതായ ആ വലിയ ബോധ്യം നമുക്കുണ്ടെങ്കിൽ യാതൊരു രീതിയിലും ഭയപ്പെടേണ്ട ആവശ്യം. അവൻ നമ്മെ അവന്റെ ചിറകളിൽ വഹിക്കുന്നവനാണ്. വളരെ നിലംപതിക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടായെന്ന് വരും. എന്നാൽ അവൻ തൻ്റെ കരങ്ങളിൽ നമ്മെ ഉള്ളംകരങ്ങളിൽ വഹിച്ച് അവൻ നമ്മെ പോറ്റി പുലർത്തും. ഒരു പാട്ട് എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ള പാട്ടുണ്ട്. എനിക്ക് പാടുവാൻ കൊണ്ടും കഴിവില്ല. നിങ്ങൾ കൂടെ പാടിയാൽ നമുക്ക് ആ പാട്ട് പാടാം. 1562 പാട്ട്. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ രാജുസാഹൻ അത് പാടിയാൽ നന്നായിരിക്കും. എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. അടുത്ത ആ സ്റ്റാൻസ വളരെ ചിന്തയാണ്. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതി അവിടെ ഞാൻ ഏകനല്ല. വീഴുന്ന ഈലല്ല, യേശുവിൻ കരങ്ങളിലാ. ആമേൻ. യേശുവിൻ കരങ്ങളിലാം. സ്തോത്രം. ദൈവം അനുവദിച്ചാൽ
പരിഹാരം എനിക്ക് കരുതിയിട്ടുണ്ട്. പരിഹാരം എനിക്ക് കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി. എന്തിനെന്നു ആമേൻ. സ്തോത്രം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. യേശു എൻ കൂടെയുണ്ട്. കൂടെയുണ്ട്, യേശു എൻ കൂടെയുണ്ട്. ആ പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, അതൊന്നും പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കൂടെയുണ്ട്, യേശു എൻ കൂടെയുണ്ട്. ഏത് സാഹചര്യങ്ങളും കർത്താവ് കൂടെയുണ്ട്. ഏത് ആപത്തിൻ്റെയും മധ്യത്തിൽ കൂടെയുണ്ട്. അവനറിയാം നാം എന്തിനാണ്. ദൈവമകനാണെങ്കിൽ, ദൈവമകളാണെങ്കിൽ അവൻ അറിയാതെ ഒന്നും നമുക്ക് സംഭവിക്കുന്നില്ല. അവൻ കൂടെ അനക്കുന്നത് നമ്മെ ശക്തീകരിക്കുന്നതിന് വേണ്ടിയാണ്, നമുക്ക് ബലം തരുന്നതിന് വേണ്ടിയാണ്, നമ്മെ പറക്ക പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്, ആത്മീയമായി വളർച്ച വരുന്നതിന് വേണ്ടിയാണ്. ഈ കർത്താവിൻ്റെ സന്നിധിയിൽ പരിപൂർണമായി നമ്മെ തന്നെ സമർപ്പിച്ച്, നമ്മുടെ ബുദ്ധിയിൽ ഊന്നാതെ, നമ്മുടെ വിവേകത്തിൽ ഊന്നാതെ, സ്വയമായി എന്തെങ്കിലും ചെയ്യുവാൻ ശ്രമിക്കാതെ, കർത്താവിൽ പരിപൂർണമായി നമ്മുടെ ജീവിതം സമർപ്പിച്ച് ഒരു സമർപ്പണ ജീവിതത്തോടുകൂടി കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് ജീവിപ്പാൻ തക്കണം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം വചനം ശുശ്രൂഷിപ്പാൻ തക്കണം അടിയന് ഈ സഭ തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെയുള്ളതായ മൂപ്പന്മാർക്കും ഡീക്കന്മാർക്കും അതുപോലെ സഭയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.